ഒരു കലണ്ടറാണ്. ഇതിൽ ഒരുപാട് റോസും കോളംസും ഉണ്ട്. ഇതിൽ നമുക്ക് എടുത്തു നോക്കിയാൽ കുറേ ക്രോസും കുറേ ഗ്യാപ്പുകളും കാണും. ഇതൊരു ഹാബിറ്റ് ട്രാക്കറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരുപാട് ഹാബിറ്റുകളുണ്ട്. വെറുതെ മൊബൈൽ എടുത്ത് സ്ക്രോൾ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ബുക്ക് എടുത്ത് വായിക്കുക, ഒരു വായനാശീലം ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജങ്ക് ഫുഡ് ഒരുപാട് കഴിച്ചിട്ട് അൺഹെൽത്തി ആയിട്ട് ഫാറ്റ് ആയിട്ട് നടക്കുന്നതിന് പകരം എക്സസൈസ് ചെയ്ത് ഫിറ്റ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ വെറുതെ ഉറങ്ങുകയും അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് ടൈം കളയുന്നതിന് പകരം എന്തെങ്കിലും പഠിക്കുക. ഇവരെ ഒട്ടും അട്രാക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ ഒരുപാടൊന്നും സാറ്റിസ്ഫാക്ഷൻ തരാത്ത നമുക്കുണ്ടായിരുന്നെങ്കിൽ നന്നായനെ എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ ഹാബിറ്റ് സിംപ്ലി ഒരു ഹാബിറ്റ് ട്രാക്കർ എടുത്തിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന റൂമിൽ സ്ഥിരം കാണുന്ന ഒരു പ്രതലത്തിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം അത് ട്രാക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ ആ ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് വേൾഡ് ഫേമസ് ഓതർ ആയിട്ടുള്ള ജെയിംസ് ക്ലിയറിന്റെ വേൾഡ് ഫേമസ് ബുക്ക് ആയിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സിന്റെ റെഫറൻസിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്താണ് ഹാബിറ്റ് ട്രാക്കർ? ഒരു കലണ്ടറാണ് അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ആണ്. ഇതിൽ ഒരുപാട് റോസും കോളംസും ഉണ്ട്. ഇത് നമ്മളെ ഹാബിറ്റ് ആണ്. ഹാബിറ്റ് 1, ഇത് ഹാബിറ്റ് 2 എക്സസൈസ്. ഹാബിറ്റ് 3 റീഡിങ്. ഇവിടെ ഓരോ മാസത്തിലെ ദിവസങ്ങളാണ് 1, 2, 3, 4 എക്സെട്ര 30. അപ്പോൾ ഒരു മാസത്തെ എൻ്റെ ഡേ ഉണ്ട് ഇതിൽ. പിന്നെ ഹാബിറ്റ് 1, ഹാബിറ്റ് 2, ഹാബിറ്റ് 3. റോസ് എന്ന് പറയുന്നത് ഹാബിറ്റുകളാണ്. കോളംസ് പറയുന്നത് നമ്മളെ ഒരു മാസത്തിലെ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. നമ്മളൊരു ഹാബിറ്റ് ചെയ്യുമ്പോൾ ആ ഹാബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സസൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ദിവസമാണോ ചെയ്യുന്നത് ആ ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ക്രോസ് മാർക്ക് ആഡ് ചെയ്യും. ഇതാണ് ഹാബിറ്റ് ട്രാക്കർ. ഇങ്ങനെ ഡെയിലി ഹാബിറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യും. ഏതെങ്കിലും ഹാബിറ്റ് മിസ്സായാൽ ഇവിടെ ബ്ലാങ്ക് ആക്കിയിടും. അതിന് ശേഷം അടുത്ത ദിവസം മാർക്ക് ചെയ്യും. ഇത് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു റെക്കോർഡ് കിട്ടും. ഇതാണ് ഹാബിറ്റ് ട്രാക്കർ. ഇതൊരു സ്ലേറ്റിലും കാണിച്ചിട്ടുണ്ടല്ലോ, ഇതൊരു പേപ്പറിലാണ് സാധാരണ ചെയ്യാറ്. ഈ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റോസ് ഉണ്ടാവും, ഒരു മന്തിലേക്ക് ഫുള്ളായിട്ടുള്ള കോളംസ് ഉണ്ടാവും. ഇത് സിംപ്ലി നമ്മൾ ഡെയിലി പോകുന്ന റൂമിൽ ഡെയിലി കാണുന്ന പ്രതലത്തിൽ ഒട്ടിച്ചേക്കുക. ഈ ഹാബിറ്റ് ചെയ്യുമ്പോൾ ഇത് ക്രോസ് ചെയ്യും. ഓക്കെ, ഇനി എന്തിനാണ് ഹാബിറ്റ് ട്രാക്കർ? അറ്റോമിക് ഹാബിറ്റ്സിലെ ഈ ബുക്കിൽ പറയുന്നുണ്ട് 4 ഫ്രെയിം വർക്ക് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ. മേക്ക് ഇറ്റ് ഒബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ്. അതായത് ആദ്യം ഓർമ്മ വരണം. ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ സിംപ്ലി നമ്മൾ ഡെയിലി പോകുന്ന റൂമിൽ ഡെയിലി കാണുന്ന പ്രതലത്തിൽ ഒട്ടിച്ച് വെക്കുന്നതോടെ തന്നെ ഈ ഫസ്റ്റത്തെ ഫ്രെയിം വർക്ക് കവറായി. ഓർമ്മ ആവുക, മേക്ക് ഇറ്റ് ഒബ്വിയസ്. നമ്മളൊരു കാര്യത്തിനെ പറ്റി ഓർമ്മ ആവാതെ ആ ഹാബിറ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല, ആ ഹാബിറ്റ് ചെയ്യില്ല. അപ്പോൾ സിംപ്ലി ഈ ഹാബിറ്റ് ട്രാക്കർ കാണുന്നതോടെ ആ കാര്യം ചെയ്യാൻ വേണ്ടി ഓർമ്മയാണ് ചെയ്യുന്നത്. അതോടുകൂടി അത് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ് ആണ്. അധികമൊന്നും സാറ്റിസ്ഫാക്ഷൻ തരാത്ത പല ഹാബിറ്റ്സ് ആണല്ലോ നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തത്. ആ ഹാബിറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്രോസ് മാർക്ക് സഹായിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ